കേട്ടോ എലിക്കുട്ടി, തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായിക്കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അതില് മാത്രല്ല, ഒന്നിലും ഞാൻ മാറിയില്ല താണ്ടമ്മച്ചി. ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നല്ലാതെ മനസ്സിപ്പോഴും പഴയ മത്തായിക്കുട്ടിയുടെ തന്നെയാ. ആ അതുകൊണ്ട് തന്നെ മത്തായിക്കുട്ടിക്ക് ഈ വെച്ചടിയുള്ള കേട്ടു. അല്ല മത്തായിച്ച, എനിക്കൊരു സംശയം. എന്താ? ഈ ബോംബെ ഡൈയിങ് എന്ന് പറയുന്ന പോലെ കേരള ഡൈയിങ് എന്നുള്ളൊരു കമ്പനി പ്ലാൻ ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? ഓ, എന്താ? ഒന്നുമില്ല. അല്ല, വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെ ആരാ മനസ്സിലായില്ല? തോമാക്കുട്ടിയുടെ നേരെ ഇളയതാ, ബീനയുടെ കൊച്ചപ്പൻ. കുര്യച്ചൻ. ആ, ഈ കുര്യച്ചന്റെ അനിയൻ ഡേവിഡ് ഇപ്പൊ എവിടെയാ? അവനങ്ങ് സിംഗപ്പൂരില. മനസ്സമ്മതത്തിന് വരുമായിരിക്കും അല്ലേ? ഇല്ല, മനസ്സമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മതിയെന്ന്. അതെ, അമ്മച്ചി പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സമ്മതത്തിന് വന്നാൽ കല്യാണത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് വന്നാൽ മനസ്സമ്മതത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് മനസ്സമ്മതത്തിന് കൂടി വന്നാൽ അയാൾക്ക് പിന്നെ പോകാനും പറ്റില്ല. ആ, അല്ല ഇതാരാ ഒളിച്ചു കളിക്കുക? വന്നേ. നാളെ നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ, അത്ര അങ്ങ് മാണിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് വന്നേ. കുഞ്ഞുനാളില് നിന്നെ ഞാൻ എന്തുമാത്രം ഒക്കത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ? സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്ന സംസാരിക്കാം. ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. ആ ഐഡിയ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം. കുറെ നേരമായി ഞാൻ അടിയോളെ. പള്ളിപ്പെരുന്നാൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എന്തിനാ അറിയാവോ? പെരുന്നാളിന് ഇനി നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. അതന്നെ പരിപാടിയാ. നമ്മളും ഇടവക്കാർ തന്നെയല്ലേ, പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനോട് പ്രത്യേകത? അതല്ലേ, പാരിഷോള് പണിയാനായിട്ട് നമ്മളും കുറെ പണം കൊടുത്തതാ. ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ചായ? ആരാണ് നോക്കും? ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ഇച്ചയാ? ആരാ? ആ, അങ്കിളാ. ഹലോ, പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ, അതങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്കിള് പറയുന്ന പോലെ ചെയ്യാം. ആ ആ ശരി, എന്താ വയ്ക്കട്ടെ? എന്നതാ കാര്യം? അതെ, അങ്കിളിന്റെ നമ്മുടെ അഭിപ്രായം തന്നെ. ഇഞ്ചക്കാട്ടിന്റെ മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ നമ്മളും തയ്യാറായിക്കൊള്ളാൻ. വെറുതെ എന്തിനാ ഇച്ചയാ പള്ളിയിൽ പോയി അവരുമായിട്ട് വഴക്കിനും ബഹളത്തിനും ഒക്കെ നിൽക്കുന്നേ? അങ്ങനെ പള്ളിയിലെ ഭരണം മുഴുവൻ ഇഞ്ചക്കാട്ടിന്റെ മക്കൾ മാത്രം നടത്തണ്ട. അതന്നെയാ. കഴിഞ്ഞ തവണ പ്രസന്റിയ വായിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാ പറഞ്ഞാ? ഓ, പിന്നെ നാട്ടുകാരുടെ ചെലവിലല്ല നമ്മളോട് കഴിയുന്നത്. ഒന്ന് പോടി അവിടുന്ന്. പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന 12-ാം തീയതി ആരംഭിക്കുകയാണ്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാടൻ മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി. അതെന്നാ ചാക്കോച്ച, പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസേന്തി അല്ലേ? അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം? കീഴ്വഴക്കത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഈ വർഷത്തെ പ്രസേന്തി ആവേണ്ടത് ഞാന്. അച്ഛന് മത്തായിയോടുള്ള പ്രത്യേക സ്നേഹം വെച്ചാ എന്നെ ഒഴിവാക്കിയേ. മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരുന്നില്ലേ? ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി സ്കോച്ചും തരാത്തോണ്ടാ. ദേ, പള്ളി പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുമ്മാ ഇരിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കണ്ട. നിങ്ങൾ ഇരിക്കണം. അച്ഛനൊന്നും പറയണ്ട. ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത ഇവർക്ക് ആർക്കും ഇല്ലച്ചോ. ഞങ്ങളുടെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുകൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടൻ മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാച്ചോ. ചുങ്കത്തറ ഇട്ടിച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഇട്ടിച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാനും മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എടാ, അനാവശ്യം പറഞ്ഞാൽ നീ ഇവയോടെ പോകലേ? എന്നാ പറഞ്ഞൊന്ന് കാണട്ടെ. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭർത്താവ്. വിടറാ അച്ചോ, ഇതൊരു ഒത്തുകളിയാണെന്ന് ഇപ്പഴാ മനസ്സിലായേ. ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ എടുത്തോ. വാടാ, പെരുന്നാളിന് കാണാം.
മാറിക്ക്. നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കടിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കുത്തുകയൊന്നുമല്ലല്ലോ. പള്ളി ഞങ്ങളുടെ കുത്തകയല്ല, പക്ഷെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്ത്യക്കാട്ടുകാർക്ക് തന്നെയാ. മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വെച്ചാ പറയണേ, എന്റെ മക്കളെ ഞാൻ തൊട്ട് കളിച്ച എല്ലാത്തിനും ഞാൻ കൊന്നോളേ. ഈ പെരുന്നാൾ നടത്താൻ പറ്റുന്ന ഞാനും നോക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ കൊച്ചാക്കി അല്ലടാ. വേണ്ട, അമ്മച്ചിക്കറിയോ, പള്ളിപ്പുറം പട്ടിയെ തല്ലുന്നവരെ ഞങ്ങൾ തല്ലിപ്പോ അച്ഛനോടൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരാ. അമ്മച്ചി മാറും. ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഇന്ത്യക്കാരന്റെ മക്കൾ രണ്ടാണെങ്കിലേ നമ്മളെ 3 പേരുണ്ടാ. അതിലൊരുത്തൻ ചാകുന്നില്ലെങ്കിൽ ചാവട്ടെ. ഇവിടുത്തെ എച്ചിൽ നിന്ന് വന്ന പട്ടിയുടെ അടിമറികൾ ജീവിതം നമുക്ക് വേണ്ട. ഇറങ്ങി വേണം. പോണ്ട, നിനക്ക് പരിയാണെങ്കിൽ നീ വരണ്ട. ഞാൻ മാറില്ല. മാറിക്കല്ലോ പറഞ്ഞു. ഇച്ചാ പറയുന്ന കേൾക്കില്ല. ചെല്ലടാ ചെല്ല്, പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ. കിട്ടിയൊന്നും മതിയായില്ലേ നിനക്കൊക്കെ? എടാ, അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല, നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട്. അങ്ങോട്ടിപ്പോ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകയല്ല. എന്താടാ, പോകുന്നില്ലേ? ചെല്ലടാ. എടാ, കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട്, ബുദ്ധി. അതാ നിനക്കൊക്കെ ഇല്ലാതെ പോയത്. കേറി പോടാകത്ത്. പോടാ.